കോഴിക്കോട് ഓൺലൈൻ വഴി 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികൾ പിടിയിൽ. സുനിൽ ദംഗി, ശീതൽ കുമാർ മെഹ്ത്ത എന്നിവരാണ് പിടിയിലായത്. രാജസ്ഥാനിൽ വെച്ചാണ് സിറ്റി സൈബർ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് സ്വദേശിയിൽ നിന്നുമാണ് ഇവർ പണം തട്ടിയത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ വച്ചിരുന്നു. ഷഹദ്, ഇവർ സ്ഥിരം തട്ടിപ്പ് സംഘങ്ങളാണോ, റാക്കറ്റിന്റെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തതയുണ്ടോ? ഷഹദ്. ഹാഷ്മി, അത്തരം കാര്യങ്ങളിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരാതിക്കാരൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. പക്ഷേ വർഷങ്ങളായിട്ട് കോഴിക്കോട് സ്ഥിരം താമസമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം സമീപകാലത്ത് രാജസ്ഥാനിൽ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടെ പ്രവേശിക്കുമ്പോൾ അവിടെ ഈ പേരും അതുപോലെ തന്നെ മേൽവിലാസവും നമ്പറും ഒക്കെ എഴുതി നൽകണം. അങ്ങനെ ആ രജിസ്റ്റർ ബുക്കിൽ നിന്നും നമ്പറും അതുപോലെ തന്നെ പേരും ഒക്കെ ശേഖരിച്ച് പിന്നീട് സ്ഥിരമായിട്ട് ഈ രാജസ്ഥാനിൽ നിന്ന് ഈ ഡോക്ടറെ ബന്ധപ്പെടുകയും ജാതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, അവിടെ നടക്കുന്ന ജാതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് പലതരത്തിലുള്ള കളവുകൾ പടച്ചുവിടുകയും അതിനൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി പണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഏകദേശം 3 കോടിയോളം രൂപ ആദ്യഘട്ടത്തിൽ ഇയാൾ പല രീതിയിലായിട്ട് കൊടുക്കുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ, അതായത് ഈ ഡോക്ടറുടെ കൈവശം പണമില്ലാതായപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന സ്വർണം പണയം വെക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലാണ് ഇത് കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ കുടുംബം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു ചതി ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്ന് ഈ കുടുംബം തിരിച്ചറിയുന്നത്. പിന്നീട് ഈ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനെ തുടർന്ന് കോഴിക്കോട് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടാനായിട്ടുള്ളത്. പ്രതികളെ രാജസ്ഥാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോട് എത്തിക്കുകയായിരുന്നു. അല്പസമയത്തിനകം കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കും. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.